ഒരു സമൂഹത്തെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഭയങ്കര കുഴപ്പത്തിലാക്കി. ഞങ്ങളുടെ അസോസിയേഷനെ എനിക്കതും ഭയങ്കര വിഷമമാണ്. ഇപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഷോക്കോസ് നോട്ടീസ് വന്നിരിക്കുകയാണ് അമ്മയിൽ നിന്ന്, കാരണം കാണിക്കാൻ. ഞങ്ങൾക്കൊന്നും ഇങ്ങനെ മീഡിയയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അമ്മയിൽ നിന്ന് ഷോക്കോസ് നോട്ടീസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ കാരണം കാണിക്കാൻ. എന്തിനാണ് ഇതിനൊക്കെ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ആ കുട്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഫെബ്രുവരി 21 രാജിവെച്ച ഒരാൾ, എൻ്റെ പരാതി ജനുവരി 30 തന്നെ തീർപ്പ് കൽപ്പിച്ച് വിട്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം ഇതൊരു വലിയ പ്രശ്നമാക്കി ഒരു ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്, ആളുകളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ഇത് ഇപ്പോൾ ഒരു പുതുതായിട്ട് പൊട്ടിമുളച്ച് എങ്ങനെയാണ് വരുന്നത്? കഴിഞ്ഞ കാര്യം കഴിഞ്ഞതല്ലേ, പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അതിൽ തുടർന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. ഇത് സത്യം പറഞ്ഞാൽ അൻസിബ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും അറിയുന്നത്. ഞാനായിട്ട് ഒരു മനുഷ്യരുടെ അടുത്ത് പറഞ്ഞില്ല. ഇപ്പം എൻ്റെ ലോയർ എന്ന് പറയുന്ന കൃഷ്ണരാജ് സാറ്, അദ്ദേഹം നമ്മുടെ ഫാമിലിയായിട്ട് അത്ര അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ടിനി ചേട്ടൻ, ശ്വേത ചേച്ചി, ഇവരോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം ഉണ്ടെങ്കിൽ ഞാനൊരു പുസ്തകം വായിച്ചാൽ പോലും വിളിച്ചു പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ജോയ് മാത്യു ചേട്ടൻ. അതുപോലെ തന്നെ എന്നെ കുട്ടിക്കാലത്ത് തൊട്ടിട്ട് അറിയുന്ന ആളാണ് നമ്മുടെ ജയൻ ചേട്ടൻ, ചേർത്തലക്കാരനാണല്ലോ ജയൻ ചേട്ടൻ. ഇവരോട് പോലും അവരെൻ്റെ അടുത്ത് ചോദിക്കണം, മോൾ എന്താ ഞങ്ങളടുത്ത് പോലും പറയാൻ? ഞാൻ എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല, കാരണം ഇത് ഞങ്ങൾക്കിടയിൽ നിൽക്കേണ്ട ഒരു ചെറിയ കാര്യമായിട്ടേ തോന്നിയുള്ളൂ. എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഒരു മനുഷ്യരെ അറിയിക്കാതെ വളരെ ഗോപ്യമായിട്ട് കൊണ്ടുപോയി എൻ്റെ മാനം, അഭിമാനം ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന വിധത്തിൽ എൻ്റെ മകള്, അവളുടെ സ്കൂള് അല്ലേ ദൂരം മോശമാണ്. എൻ്റെ മകൾക്ക് പിന്നെ മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട്, പക്ഷെ മലയാളം അല്ലേ വീട്ടിൽ സംസാരിക്കുന്നത്, കേട്ടാൽ മനസ്സിലാവില്ലേ, ഒക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു നിയമ പോരാട്ടത്തിനായിട്ടും മാനനഷ്ടം ആയിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും.